ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോകാൻ ഉള്ള പോക്കിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഇൻഫോസിസിൻ്റെ ബാക്ക് ഗേറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡ് വഴിയാണ് പോകുന്നത്. ഇൻഫോസിസ് UST എല്ലാം ആ കാണുന്നത് എൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്ക് ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യം മോളെ ഡ്രോപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് എന്നെ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മോളെ ഡ്രോപ്പ് ചെയ്തു. മോൾക്ക് ഇന്ന് കേരളപ്പിറവി സെലിബ്രേഷൻസ് ആയിരുന്നു. അപ്പം നല്ല ട്രഡീഷണൽ കോസ്റ്റ്യൂമിലൊക്കെയാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സ്ഥിരം എൻ്റെ പ്രഹസനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കിലേക്ക് കടന്നു. ആദ്യം കുറേ മെയിൽസൊക്കെ വായിക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി, അങ്ങനെ ലയിച്ചിരിക്കുമായിരുന്നു ജോലിയിൽ. പിന്നെയാണ് ഞാൻ ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നത്, വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ട കാരണം ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് ഓർത്തു. മോൾക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അവൾക്ക് ഞാൻ ലഞ്ചായിട്ടും കൊടുത്തു വിട്ടു കേട്ടോ. അപ്പം ഇങ്ങനത്തെ ചില അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടെ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എല്ലാ ദിവസവും ഈ കുക്ക് ചെയ്ത് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 9:30 ആവും. അപ്പം ആ നേരത്തെ ഇറങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കുക്കിങ്ങിലേക്ക് ഒന്നും അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞു, കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് ഓർത്ത് വീണ്ടും ഞാൻ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. എനിക്ക് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നല്ലൊരു ട്രഡീഷണൽ ബട്ട് ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ പോലെ ഉണ്ടായി ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോൾ. പിന്നെ ഞാനും മാമുവും കൂടെ ഓഫീസിൽ പോവുകയാണ്. അതായത് മാമുവിനെ ഞാൻ ഹസ്ബൻഡ് ഓഫീസിലാക്കിയിട്ട് എനിക്കൊന്ന് നമ്മുടെ ഡയസീറെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ ഞാൻ മുടിയൊക്കെ നല്ല ക്ലീനായി കെട്ടിക്കൊണ്ട് വന്നതാ. ഫോട്ടോയിലിരുന്നപ്പോൾ എല്ലാം ഇങ്ങനെ ആയിട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോളോ മൂവിക്കൊക്കെ പോകാറുണ്ട്. ബിക്കോസ് ഇങ്ങനത്തെ ഹൊറർ മൂവിക്കൊന്നും എൻ്റെ കൂടെ ആരും വരാറില്ല. പിന്നെ ഈ മൂവിക്ക് കുട്ടികളൊന്നും കയറ്റില്ലല്ലോ, അത് നമുക്ക് ഫാമിലി ആയിട്ട് പോകുന്നത് നടപ്പാവില്ല. സോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി കാണാമെന്ന് ഓർത്തു. അപ്പോൾ അതേ മിറർ എവിടെ കണ്ടാലും എൻ്റെ പ്രഹസനം തുടങ്ങും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു. സിനിമയൊക്കെ തുടങ്ങാറായിട്ടോ. കിട്ടു സിനിമയാണ്. അഭിനയം, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രാഫി അതൊന്നും പറയാൻ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറിയും നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയൊന്നും ആയില്ല കേട്ടോ. അത് കഴിഞ്ഞത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. ബൈ ബൈ.